പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ കുരിശുകൾ ഒരു അനിവാര്യതയാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു നാൾ നമുക്ക് ആ നിശ്ചയിക്കപ്പെട്ട കുരിശിലേക്ക് നമ്മൾ എത്തിച്ചേരും, അല്ലെങ്കിൽ അത് നമ്മളെ തേടി വരും. സംടൈംസ് വി ഫൈൻഡ് ദ ക്രോസ്, സംടൈംസ് ദ ക്രോസ് ഫൈൻഡ്സ് അസ്. ചില കുരിശുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അതിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനുമാകും. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന കുരിശുകൾ നമ്മൾ എങ്ങനെ നേരിടും എന്നതൊരു ആത്മീയ പ്രതിസന്ധിയാണ്. വിചാരിക്കാതെ കടന്നു വരുന്ന കുരിശിനെ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതി പങ്കാളിയായി, അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മാതൃകയായി മാറിയ ഒരാളുണ്ട്. കൂടുതലൊന്നും നമുക്ക് അവനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ക്രിസ്തുവിൻ്റെ പീഡാസഹന യാത്രയിൽ പെട്ടെന്ന് കടന്നു വന്നവൻ, അവൻ്റെതായ ഭാഗം ചെയ്തു തീർക്കുന്നു, പിന്നെ അതിലും പെട്ടെന്ന് പിന്മാറുന്നു. ബൈബിൾ പിന്നെ ഒരിക്കലും അവനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അതെ, കിറിയനേക്കാണ് ശിമിയോനെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. അലക്സാണ്ടറിൻ്റെ റൂഫസിനെ പിതാവ്, ഒരുപാട് ദൂരം താണ്ടി പെസഹ ആചരിക്കുവാൻ ജെറുസലേമിലെത്തിയ ഒരു യഹൂദന. എത്രമാത്രം അവന് ക്രിസ്തുവിനെ അറിയാമെന്നതൊരു ചോദ്യം മാത്രമാണ്. കാരണം കിറിയനേക്കാണ് ഒരു യഹൂദന് എങ്ങനെയാണ് നസ്രത്തുകാരൻ യേശുവിനെക്കുറിച്ച് അറിയാൻ കഴിയുക? സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. എങ്കിലും അവന് ക്രിസ്തുവിനെ കുറിച്ച് വഹിക്കേണ്ടി വരുന്നു. ഗെത്സമനിയിൽ നിന്നും ഗാഗുത്ത വരെയുള്ള യാത്രക്കിടയിൽ മനുഷ്യരൊരുപാട് പീഡനമുറകളുടെ കടന്നുപോയി തകർന്ന് തളർന്ന് കുരിശ് പോലും എടുക്കാനാകാതെ പലവട്ടം വീണ് വെണ്ണീറായ ക്രിസ്തുവിനെ ഇനി അധിക ദൂരം മുന്നോട്ട് പോകാനാകില്ലെന്ന് പടയാളികൾക്ക് തോന്നിയിരിക്കാം. ജീവനോടെ ക്രിസ്തുവിനെ ക്രൂശിക്കുവാനുള്ള മോഹം കൊണ്ട് മാത്രമാണ് അവർ ജനങ്ങൾക്കിടയിൽ നിന്നും ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണ് ശിമിയോന് കുരിശ് വഹിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരേണ്ടി വന്നത്. അന്നവൻ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് വരുന്ന വഴിയിൽ ഒരിക്കൽ പോലും വിചാരിച്ചിരിക്കില്ല ക്രിസ്തുവിനെ കുരിശടിക്കേണ്ടി വരുമെന്ന്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അറപ്പും വെറുപ്പും ഉണ്ടാകുന്ന കുരിശ്. അതുകൊണ്ട് തന്നെ അവൻ ആഗ്രഹിച്ചെടുത്തതല്ല, നിർബന്ധിച്ചതുകൊണ്ട് മാത്രം വഹിച്ചതാ. എങ്കിലും അത് ശിമിയോൻ്റെ വീണ്ടെടുപ്പിൻ്റെ നിമിഷങ്ങളായിട്ട് മാറുന്നു. അങ്ങനെ എല്ലാ ക്രിസ്തു ശിഷ്യരും കണ്ട് അനുകരിക്കേണ്ട ജീവിത സാക്ഷ്യമായി അവൻ മാറുകയാണ്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് കുരിശെടുക്കണമെന്ന് അരുളി ചെയ്ത ക്രിസ്തുവിൻ്റെ ആഗ്രഹത്തെ സാക്ഷാത്കരിച്ചവൻ. അപ്രത്യക്ഷമായി കുരിശ് നമ്മുടെ ജീവിതത്തിലും വരുമെന്ന് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് നാം വഹിക്കേണ്ടും വരും. രോഗം, കടക്കെണി, ജീവിത തകർച്ച, പേരുദോഷം, അവഹേളനം, നിന്ദപമാനങ്ങൾ, ഏകാന്തതകളൊക്കെ കുരിശായി വന്ന് ജീവിതയാത്രയിൽ തടസ്സം നിൽക്കുമ്പോൾ എങ്ങനെയാണ് നാം അതിനെ വഹിക്കുക? നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കുരിശ് വഹിക്കാനുള്ള കരുത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ. ആമേൻ.